ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ബ്ലാ ബ്ലാ ഹെർമണാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതേ ഉള്ളൂ, അപ്പം അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഫേസിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെയാണ് കുഞ്ഞാറ്റ ഇച്ചാൻ ഡിവോഴ്സ് ആയതിൻ്റെ ആ പോസ്റ്റ് കാണുന്നത്. ശരിക്കും ഷോക്കായി പോയി. കാരണം എനിക്ക് പേഴ്സണലി അവരെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഷോക്കായി പോയത്. പേഴ്സണലി അറിയാം എന്ന് പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് ഞാൻ ബ്യൂട്ടി അഡ്വൈസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിസ്ബിയും അവിടെ ബ്യൂട്ടി അഡ്വൈസർ ആയിരുന്നു. ജിസ്ബിയുടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ബ്യൂട്ടി അഡ്വൈസർ ആയിരുന്നെന്ന്. അപ്പോൾ അമലുമായിട്ട് ആ സമയത്തും അവളെ റിലേഷനിൽ ഉണ്ടായിരുന്നു. അമലിനെ എനിക്കറിയാം, കണ്ടിട്ടുണ്ട് നേരിട്ട്. ആ ടൈമിൽ കുട്ടികൾ നല്ലതുപോലെ ഒരു ഇണപ്രാവുകളെ പോലെ ഒരുമിച്ച് എടുത്തെടുത്ത് പോകുന്നു, ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഒരുമിച്ച് വരുന്നു, അങ്ങനെയൊക്കെ. അപ്പം ആ സമയത്ത് ഞാൻ അവളെക്കാട്ടി 12 വയസ്സിന് എൽഡറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തിട്ടുണ്ട് ആ ടൈമിൽ ഇങ്ങനെ ചെറുപ്പമാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഭയങ്കര ഒരു സ്നേഹമാണല്ലോ എന്നൊക്കെ. ആ ഒരു ടൈമിലും വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തൊരു റിലേഷൻ ആയിരുന്നു കേട്ടോ അവിടെ. അപ്പം അതുകൊണ്ട് തന്നെ അവള് വീട്ടുകാരായിട്ട് ആ സമയത്ത് ചെറിയവൻ്റെ പേരും പറഞ്ഞ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവൾക്ക് അത്രയും ഇഷ്ടം ഉണ്ടായിരുന്നു അവനോട്. അവനും ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത് ആ ലൈഫിലോട്ട് കടന്നപ്പോഴത്തേക്കും അവൻ ആ ഒരു റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്തിട്ടില്ല. പെൺകുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഏജ് ആകും, ഒത്തിരി ആവണമെന്നില്ല അവർക്ക് മെച്യൂരിറ്റി വരാൻ. ആൺകുട്ടികൾക്ക് ഒരു 28-29 വയസ്സൊക്കെ ആകുന്നവരെ അവർക്കൊരു കുട്ടി മൈൻഡ് ആയിരിക്കും. അപ്പോൾ അതാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പേഴ്സണലി അവരെ അറിയാവുന്നതുകൊണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് അവളാണ് അവരുടെ ലൈഫിന് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവനിങ്ങനെ സൈഡിൽ ഒതുങ്ങി ഇങ്ങനെ നിന്ന് കൊടുക്കുമായിരുന്നു. ഇതിൽ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് കൂടുതൽ തൻ്റെ ഉണ്ടായാൽ, അതായത് കഴിവുണ്ടായി കഴിഞ്ഞാൽ ആൺകുട്ടികളെ ഒതുങ്ങിപ്പോകും എന്നതാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമുക്ക് അവളുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ അറിയാം അവളാണ് അവരുടെ ലൈഫിന് വേണ്ടി കൂടുതലും എഫേർട്ട് എടുക്കുന്നത്. വീഡിയോസ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, അത് അവർ വളർത്തി. പിന്നെ അതുപോലെ വീട്ടിലെ ജോലികൾ ചെയ്യുന്നതും, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അവൾ പഠിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അങ്ങനെയുള്ളതെല്ലാം കൂടുതലും ലൈഫിന് വേണ്ടി കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് ജിസ്ബിയാണ്. അമൽ സൈഡായിട്ട് നിന്നു. അവളുടെ ആ ഒരു വളർച്ചയുടെ അത് പറ്റി അവൾ വളരുന്നു. അപ്പം ആരെയും നമ്മൾ ബ്ലെയിം ചെയ്യുന്നതല്ല, നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നതാണ്. കാണുമ്പോൾ മനസ്സിലായ കാര്യമാണ് പറയുന്നത്. അന്നും ഇത് തന്നെയായിരുന്നു സംഭവിച്ചിരുന്നത്. കാരണം അവൾ അന്ന് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണം, ഡാൻസിന് ചേരുന്നു, എല്ലാത്തിനും ഭയങ്കര ആഗ്രഹമുള്ളൊരു കുട്ടിയായിരുന്നേ ജിസ്ബി. അപ്പോൾ അവിടെ ലേറ്റായിട്ട്, അതെല്ലാം കഴിഞ്ഞ് ലേറ്റായിട്ട് വരുമ്പോൾ അവിടുത്തെ ഓണർ വഴക്ക് പറയുന്നത് ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും ഇച്ചായനെന്നും പറഞ്ഞ് അവൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ ആൺകുട്ടികൾക്ക് കൂടുതൽ കഴിവുണ്ടാകുന്ന കേസിൽ മാത്രമല്ല കേട്ടോ, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരവർ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പിന്മാറി നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കര എഫേർട്ട് കൂടും. അങ്ങനെയല്ലേ ഒരു ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് എടുക്കണം. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ആ വൈഫ് തുടങ്ങുവാണെങ്കിൽ ഹസ്ബൻഡ് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് വീഡിയോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഹെൽപ്പിങ്, വീട്ടിലെ ജോലികളിൽ ഹെൽപ്പിങ്, പഠിക്കുന്നതിൽ ഹെൽപ്പിങ്, അത് ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഉള്ള സപ്പോർട്ടിങ്, ഇതെല്ലാം ഒരു പെൺകുട്ടിക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ തിരിച്ച് ഓപ്പോസിറ്റ് ആൺകുട്ടിക്കും ആവശ്യമാണ്. അപ്പോൾ ഒരാൾ തന്നെ ഇതെല്ലാം കൂടി ബാലൻസ് ആകുമ്പോൾ മറ്റേ ആൾ വീക്ക് ആവും. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ റിലേഷനിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ജിസ്ബി കൂടുതൽ എഫേർട്ട് എടുക്കുന്നു, അമൽ സൈഡായിട്ട് നിന്ന് ഇതെല്ലാം അനുഭവിക്കുന്നല്ലാണ്ട് അവൻ വർക്ക് ചെയ്യുന്നില്ല. മെയിനായിട്ടും അവൻ്റെ ആ ഉത്തരവാദിത്തക്കുറവും പിന്നെ വളർന്ന രീതിയുമായിരിക്കാം അതൊരു ടോക്സിക് റിലേഷനിലോട്ടായത്. അത് ചിലപ്പോൾ അവളത് പറഞ്ഞപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടില്ല, അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കാണണം. മാത്രമല്ല അവൾ കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോസ് കാണുമ്പോൾ തന്നെ അറിയാം അവളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇച്ചായൻ അല്ലെങ്കിൽ മിക്കുവാവ ഫാമിലി എന്നും പറഞ്ഞ് ഒത്തിരി അവൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. പക്ഷേ അതിൻ്റെയും അപ്പുറം എന്തൊക്കെയോ സംഭവിച്ചപ്പോഴാണ് എനിക്കിനി ഇത് പറ്റില്ല എന്നറിഞ്ഞപ്പോൾ കുറേ നാളത്തെ തീരുമാനങ്ങൾക്ക് ശേഷം ആയിരിക്കും ഡിവോഴ്സ് എന്നുള്ളൊരു കാര്യം തീരുമാനിച്ചത്, ആ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്. കാരണം കുഞ്ഞിൻ്റെ കാര്യമുണ്ട്, ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ കുഞ്ഞ് അങ്ങോട്ട് പോകും. അത് ഏതൊരു പെൺകുട്ടിക്കും അതൊരു ചിന്ത വരും. നമ്മൾ ഡിവോഴ്സ് പേഴ്സൺ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഒരു ഷെയിമാണ്, അവൾ പറഞ്ഞ പോലെ തന്നെ.
ഒന്നുമില്ല, അതൊക്കെ പണ്ടാണ്. ഇപ്പം അങ്ങനെ ഒന്നും ഇല്ല. കാരണം നമുക്ക് പറ്റാത്തൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ സൂയിസൈഡിനെക്കാട്ടി നല്ലത് ആ ഒരു ഡിവോഴ്സ് തന്നെയാണ്. കുറച്ച് നാൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയും, പറയുന്നവരങ്ങ് പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്കല്ലേ നമ്മൾ അനുഭവിക്കുന്ന അറിയാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ തന്നെ അവള് ഒത്തിരി നാളത്തെ ആലോചിച്ച് തീരുമാനത്തിലൊടുവിലായിരിക്കാം ഇങ്ങനെ ഒരു ഇതെടുത്തത്. കേരം മാൾട്ടേ പോകുമ്പോൾ പോലും ഇച്ചായനെയും ഫാമിലിനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞാണ് കുഞ്ഞാറ്റ പോയത്. ആ സമയത്തും ആ കേസസ് നടക്കുന്നുണ്ടായിരിക്കാം, ഡിവോഴ്സിന്റെ ആ ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ടായിരിക്കാം. ഇപ്പൊ എല്ലാവരും പറയുന്നു മാൾട്ടേ പോയി കഴിഞ്ഞാൽ 6 മാസം കൊണ്ടായിരുന്നു. ചിലപ്പോൾ ആ സംഭവമൊക്കെ നടക്കുമ്പോഴും നമുക്ക് പിരിയാൻ താല്പര്യമില്ല, എന്നാലും ഇത് മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നൊരു ഇതിന്റെ പുറത്തായിരിക്കാം അവള് കരഞ്ഞത്. ഇപ്പൊ തന്നെ നമ്മൾ റിയാക്ഷൻസ്, ഇപ്പൊ കുഞ്ഞാറ്റ ഇച്ചായൻ ഡിവോഴ്സ് കേസസിന്റെ ഒത്തിരി വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അവളുടെ മനസ്സിൽ ചിലപ്പോൾ ഇച്ചായനെ പറ്റി എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന് പോലും സപ്പോർട്ടായിട്ടൊരു ചിന്ത പോലും വന്നേക്കാം, മേ ബി. കാരണം സിൻസിയർ ആയിട്ട് അവനെ സ്നേഹിച്ചിരുന്നത് കൊണ്ട്. പക്ഷേ അവൾ വിചാരിച്ചതുപോലുള്ള ലൈഫ് അവൻ്റെ നിന്നും കിട്ടിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് അവൾക്കുണ്ടായില്ല. ഒരിക്കലും ആഗ്രഹമില്ലാതെ ആ ലൈഫിൽ നിന്ന് പുറത്തോട്ട് വന്ന ആ ഒരു സിറ്റുവേഷനാണ് ജിസ്ബി ഇപ്പം നിൽക്കുന്നത്. പക്ഷെ നൗ ഷീ ഈസ് വെരി ഹാപ്പി. അങ്ങനെ തന്നെ ജിസ്ബി പോട്ടെ, കീപ് ഗോയിങ്. ഇപ്പൊ നല്ല സമാധാനം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അവനെ നോക്കി അവന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് നിനക്ക് വേണ്ടി ജീവിച്ച് കുഞ്ഞാറ്റയ്ക്ക് ഒരു ഹാപ്പി ലൈഫ് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഇത് കണ്ടപ്പോഴത്തേക്കും നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാമെന്ന് തോന്നി. പെട്ടെന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്തൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.